സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട മേഖലകളിൽ മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൂടാതെ തിങ്കളാഴ്ച മുതൽ കേരളത്തിൽ വീണ്ടും മഴ പതിയെ ശക്തിപ്പെട്ടു വരാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല, അറബിക്കടലിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയുണ്ട്. വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. 24 മണിക്കൂർ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ യെല്ലോ അലർട്ടുണ്ട്. ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അറബിക്കടലിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതിനാൽ സൊമാലിയൻ തീരം, തെക്കുപടിഞ്ഞാറൻ അറബിക്കടൽ, വടക്കൻ ഒമാൻ തീരം, അതിനോട് ചേർന്ന വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇതുകൂടാതെ അറബിക്കടലിൽ കാറ്റ് ശക്തിപ്പെടുന്നതാണ് ഇപ്പോഴുള്ള മഴയ്ക്കുള്ള കാരണം. കടലിലും കരയിലും മഴ സജീവമായി തുടരുമെന്നും കാലവർഷത്തിന്റെ സ്വഭാവത്തോടെയാകും മഴയെന്നും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കിഴക്കൻ മേഖലയിലടക്കം ഇടിയോടുകൂടിയുള്ള മഴയാണ് പെയ്തത്. പശ്ചിമവാതത്തിന്റെ സ്വാധീനം മൂലം ഉത്തരേന്ത്യയിൽ വരണ്ട കാറ്റ് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇപ്പോൾ ഇതിനുള്ള കാരണം. ദുർബലമായ കാലവർഷക്കാറ്റാണ് ഉത്തരേന്ത്യൻ കാറ്റ് കേരളത്തിലെത്താൻ കാരണമായത്. കാലവർഷക്കാറ്റ് ശക്തിപ്പെടുന്നതോടെ മഴയ്ക്കൊപ്പം ഇടിയുണ്ടാകാനും സാധ്യതയുണ്ട്. കാലവർഷക്കാറ്റ് ശക്തമാകുന്നതോടെ മഴയ്ക്കൊപ്പം ഇടിയുണ്ടാകുന്നതില്ലാതാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.